തൃശൂരിലെ ATM കവർച്ചാ സംഘം തമിഴ്നാട്ടിൽ പിടിയിലെന്ന സൂചന. തമിഴ്നാട് നാമക്കല്ലിൽ നിന്നാണ് സംഘത്തെ തമിഴ്നാട് പോലീസ് പിടികൂടിയത്. കണ്ടെയ്നറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഘം പിടിയിലായത്. കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ATM തകർത്ത സമയത്ത് ഉപയോഗിച്ച കാറും കണ്ടെത്തി. കൊള്ളസംഘം സഞ്ചരിച്ച കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സൂര്യ സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സൂര്യ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വേണു, ഈ കൊള്ളസംഘം സഞ്ചരിച്ച കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇതാണ് നാമക്കല്ലിൽ വെച്ച് തമിഴ്നാട് പോലീസ് പിടികൂടിയത്. കേരള പോലീസ് നൽകിയ കർശന ജാഗ്രതാ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹൈവേയിൽ പരിശോധന നടത്തിയിരുന്ന തമിഴ്നാട് പോലീസിന്റെ സംഘമാണ് ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഈ കണ്ടെയ്നർ കണ്ടെത്തുന്നത്. പിന്നീട് ഈ കേരള പോലീസ് ഇതിനു വേണ്ടി നൽകിയ സൂചന ഒരു വെളുത്ത കാറ് ഈ മോഷണ സമയത്ത് ഈ സംഘം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ കണ്ടെയ്നർ തുടർന്ന് പരിശോധന നടത്തുന്ന സമയത്ത് ഈ കണ്ടെയ്നറിന്റെ നമ്പർ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. പക്ഷേ ഇവർ ഈ കണ്ടെയ്നർ തുടർന്ന് പരിശോധന നടത്തുന്ന സമയത്ത് ഈ വാഹനത്തിനകത്ത് ഒരു വെളുത്ത കളർ കാറ് ഈ വാഹനത്തിനകത്ത് കണ്ടെയ്നറിനകത്ത് കയറ്റി വെച്ചിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസാണ് പിന്നീട് കൂടുതൽ പരിശോധനകളിലേക്കും ചോദ്യം ചെയ്യലിലേക്കും കടന്നത്. ഇതോടുകൂടിയാണ് കേരളത്തിലെ തൃശ്ശൂരിൽ നിന്ന് ATM കവർച്ച നടത്തി മടങ്ങിയ സംഘമാണ് എന്ന വിവരം തമിഴ്നാട് പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം ഈ തമിഴ്നാട് പോലീസ് വിവരം കൈമാറുന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കൂടുതൽ പോലീസ് അങ്ങോട്ടേക്ക് എത്തി ഈ കണ്ടെയ്നർ വളഞ്ഞാണ് പിന്നീട് ഇവരെ പിടികൂടുന്നത്. 6 പേരാണ് ഈ സംഘത്തിൽ ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഇവർ ഇതര സംസ്ഥാനക്കാരാണ്. ഇവരാണ് ഈ കേരളത്തിലെത്തി വളരെ തന്ത്രപരമായി പ്ലാൻ ചെയ്ത മിനിറ്റുകളുടെ ഇടവേളയിൽ മാത്രം ഈ ഓരോ ATMകളിലും കവർച്ച നടത്തി ലക്ഷക്കണക്കിന് രൂപ തട്ടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് കടന്നത്. പക്ഷേ കേരള പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ, കൃത്യമായ മൂവ്, അതായത് ഈ സംസ്ഥാനം കടന്നേക്കും എന്ന കേരള പോലീസിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ തമിഴ്നാട് പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറിയത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 6 അംഗ സംഘം പിടിയിലായിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവിടെ ഇന്ന് ഈ കവർച്ച നടത്തുന്ന സമയത്ത് അത് കോലഴിയിലായാലും തൃശ്ശൂർ നഗരത്തിലായാലും ഒക്കെ കവർച്ച നടത്തുന്ന സമയത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു വെളുത്ത കളർ കാറുണ്ട്. ഈ കാർ ഉൾപ്പെടെ കണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ നേട്ടമാണ്. ആദ്യഘട്ടത്തിൽ മുതൽ, അതായത് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ പോലീസ് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആ സമയത്തും ഇവർ അടയാളമായി പറഞ്ഞിരുന്നത് ഈ പ്രതികൾ രക്ഷപ്പെട്ടത്, മോഷണം നടത്തിയതും എല്ലാം ഈ വെളുത്ത കളർ കാറിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടാൻ ഉപയോഗിക്കുക ഈ കാറായിരിക്കും എന്നുള്ളതായിരുന്നു അടയാളം പറഞ്ഞത്. പക്ഷേ ഒരു കണ്ടെയ്നറിൽ ഇവർ രക്ഷപ്പെടുമെന്ന് ഒരിക്കലും കണക്കുകൂട്ടിയതല്ല. പക്ഷേ ഈ സംശയാസ്പദമായി കണ്ട എല്ലാ വാഹനങ്ങളും ഈ കേരള അതിർത്തിയിലും തമിഴ്നാട് അതിർത്തിയിലും എല്ലാം തന്നെ തമിഴ്നാട് പോലീസ് ഈ പരിശോധിക്കുന്നു. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ ഈ കണ്ടെയ്നറിനകത്ത് ഈ കാർ കണ്ടെത്തുന്നത്. പിന്നീടാണ് ഈ കാറിനകത്ത് പരിശോധിക്കുന്നത്. ആ സമയത്താണ് ഈ കാറിനകത്ത് തൃശ്ശൂരിൽ നിന്നുൾപ്പെടെ ATMൽ നിന്ന് കവർന്ന പണം കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ രാജസ്ഥാൻ രജിസ്ട്രേഷൻ വാഹനത്തിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനക്കാരാണ്, രാജസ്ഥാനോ ഹരിയാനയോ അടങ്ങുന്ന സംസ്ഥാനത്തുള്ളവരാണ് എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. അത് വിശദമായി ചോദ്യം ചെയ്യലിലൂടെ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും തൃശ്ശൂരിനെ നടുക്കിയ പോലീസിനെ തന്നെ വെല്ലുവിളിച്ച് നടത്തിയ കവർച്ചയിലെ നിർണായക പ്രതികൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ പിടിയിലായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. വേണു, ശരി. തൃശ്ശൂരിൽ ATM കവർച്ച നടത്തി കടന്നുകളഞ്ഞ സംഘം സഞ്ചരിച്ച കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങളാണ് 24-ന് ലഭിച്ചത്. സൂര്യ സജിയാണ് വിവരങ്ങൾ നൽകിയത്.